ഇങ്ങനെ വണ്ടിയിൽ കയറ്റാൻ ഞാൻ കയറാതെ ഇരുന്ന് അവർ കുത്തി അങ്ങോട്ട് തിട്ടുകൊണ്ട് ഇവിടെ എല്ലാം നീരായിരുന്നു. എൻ്റെ തുണിയൊക്കെ പോയോ. പോലീസ് വണ്ടിയിൽ നിന്ന് ഉപദ്രവിച്ചായിരുന്നു. ആ അവർ ഉമ്മ എൻ്റെ കൈ പിടിച്ചോടിക്കുമായിരുന്നു. ഇതിൽ ഒരു ചെമ്പ് മോതിരം കിടന്നു. ഈ വിരൽ വയ്യാതെ അങ്ങായി. പിന്നെ വിരലല്ല പിന്നെയാണ് ഇത് ഊരി പറ്റിയെടുത്തത്. ഇത് എന്നാ ശരിക്കും സംഭവം നടക്കുന്നത്? രണ്ടാമത്തെ ദിവസമാണ് ഞാൻ പോയെൻ്റെ. അന്ന് എന്താ ശരിക്കും സംഭവിച്ചെങ്ങനെയാ? സെക്രട്ടേറിയറ്റിന് മുന്നിൽ മന്ത്രിയെ കാണാൻ തമാശില്ല. അവിടെ ഇരുന്നിട്ട് എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് അവിടെ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു, മന്ത്രി പറഞ്ഞ് ഇവിടെ കൊണ്ടുവച്ചോണ്ടിരിക്കെ അവിടെ മേല് വരുമ്പോ സംസാരിക്കാന്ന്. ചുമ്മാതാ. അത് അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ്, ഇനി മന്ത്രിയെ എനിക്ക് കാണണം, ഞാൻ കണ്ട് കാര്യം പറയാനാണ് വന്നത്, അതിനാണ് ഞാൻ അവിടെ നിന്നേ വന്നത്, അല്ലാതെ ഇല്ലെന്ന് പറഞ്ഞു. അവൾക്ക് അവര് കാണാൻ സമ്മതിക്കൂല എന്നെ. നമസ്കാരം. അയൽവാസിയെ സഹായിച്ചു എന്നതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ഇപ്പോൾ ഊണും ഉറക്കവുമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു വൃദ്ധയുടെ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. അതിൽ ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ വേണ്ടി എത്തിയപ്പോൾ അവിടെ നിന്ന് പോലീസുകാർ അതിക്രൂരമായിട്ട് ആക്രമിച്ചു എന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ വൃദ്ധയുടെ വീട്ടിലാണ്. വർക്കലയിലുള്ള ശാരദ, ഇടവ സ്വദേശിയായിട്ടുള്ള ശാരദയ്ക്കൊപ്പമാണുള്ളത്. അതാണ് അമ്മ ഈ പറയുന്നത് പോലെ. എന്തായിരുന്നു ശരിക്കും സംഭവം? എന്നാണ് സെക്രട്ടേറിയറ്റിലേക്ക് വന്നത്? വെള്ളിയാഴ്ച വന്നു. മുഖ്യമന്ത്രിയെ ഇതിനു മുൻപ് കണ്ടിരുന്നോ? ഞാൻ പോയിട്ടുണ്ട്. നേരത്തെയൊക്കെ ഞാൻ പോവും, വരും, സഹായിക്കും. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യം പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നപ്പോ നമ്മളെ ചെല്ലാൻ പറഞ്ഞിട്ടാണ് ഈ വേല കാണിച്ചത്. അത് ഈ പിന്നെ വർക്കലത്തെ DAPയുടെ കൂടെ നടക്കുന്ന വിഷ്ണു ആണ് ചെയ്തത്. പോലീസുകാരനാണോ അത്? അതായത് സെക്രട്ടേറിയറ്റിന്റെ അവിടെ എത്തിയ സമയത്ത് മുഖ്യമന്ത്രിയെ കാണാൻ അനുവദിച്ചില്ല. അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത്? ഞാൻ ഇരുന്ന് പറഞ്ഞു, ഞാൻ കണ്ടേ പോകുന്നു, നീ കാണാനോടി എന്നും പറഞ്ഞാണ് എന്നെ പിടിച്ചടിച്ചത്. ഒരു വണ്ടിയുടെ അകത്ത് വലിയ ഇതായിട്ട് എടുത്തെറിഞ്ഞ് അങ്ങ് തന്നെ ഇവിടെയൊക്കെ അങ്ങ് ഇതായി. ഇവിടെ എത്ര നീരായി. എന്റെ കണ്ണാടി പോയി അവിടെ ഇരിക്കുന്ന എടുത്തോണ്ട് വരട്ട്. പോലീസ് യൂണിഫോം ഉണ്ടായിരുന്നു അമ്മയെന്ന്? ഉണ്ടായിരുന്നു. കണ്ണാടി ഉണ്ടായിരുന്നു. കണ്ണാടി പോയി. അതെന്റെ കണ്ണി പൊത്ത് കയറിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അവര് ഉപദ്രവിച്ച സമയത്ത് കണ്ണാടി പൊട്ടി. എന്നിട്ട് ഈ പറയുന്ന പോലെ അത് കുഴപ്പമില്ല. ഇനി ഇത് ഒന്നിനും കൊള്ളത്തില്ല. ഞാൻ കടയിൽ കൊടുത്താറേ കണ്ണാടി പൊട്ടി. ഇത് പോലീസുകാർ ഉപദ്രവിച്ച സമയത്താണ് എന്റെ കണ്ണിലിരിക്കാൻ സംഭവിച്ചത്. പിന്നെ എന്റെ ആധാർ അവരിനുള്ളിൽ കീറി കളഞ്ഞു. ആധാർ കീറിക്കളഞ്ഞവര്. ഇത് ശരിക്കും എന്തായിരുന്നു അമ്മേന്റെ പ്രശ്നം? എന്തായിരുന്നു പരാതി? 2.5 ലക്ഷം രൂപ അവള് പിന്നെ അവളെ ഭർത്താവിന്റെ ചേടാറിക്ക് കല്യാണത്തിനെന്നും പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് കരഞ്ഞു മേടിച്ച് 3 പേരും കൂടെ വന്ന് മേടിച്ചോണ്ട് പോയി. മേടിച്ചോണ്ട് പോയിട്ട് എത്രയെങ്കിലും കൊല്ലമായി. ഇതല്ല 2003 മേടിച്ചത്. 2003 കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ അതിന്റെ പേരിൽ വഴക്ക് ഉണ്ടാവുന്നു. അതിന്റെ പേരിൽ വഴക്കായോ? അതിന്റെ പേരിൽ ഇപ്പൊ ഒരു 10-15 പേരെ വെച്ച് കുറെ മന്ത്രവാദം ചെയ്ത് റിലീസ് ചെയ്ത് ഇതിന്റെ അകത്ത് ഭിത്തിയില് ഇപ്പൊ ആ പെരയിലുണ്ട്, ഇരുട്ടത്ത് കാണാം. അത് നമ്മൾ RSSകാർ കൊടുക്കുന്ന വസ്ത്രമാണ്. ഇതില് ആക്കി കൊണ്ടുവന്ന് ഇതില് ഇവിടെ നിന്നും കൊണ്ട് ഇങ്ങോട്ടടിക്കും. പിന്നെ അടുത്ത വീട്ടുകാർ എല്ലാ വീട്ടുകാർ ഇവിടെ കൊണ്ടിട്ട് കളിപ്പിക്കും. അത് വേറെ. അത് അടി കേസുകാർ. ഈ 2 കേസുകാരും കൂടെ എന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. ഞാൻ എന്ത് ചെയ്യട്ടെ? എനിക്ക് എങ്ങും പോക്കടിയില്ല. എങ്ങും ഒരു ദിവസം പോയി കിടക്കാൻ എനിക്ക് ഇടമില്ല. അമ്മ കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതിന്റെ പേരില് മന്ത്രവാദം കൊണ്ടും ഭീഷണി കൊണ്ടും ഈ കടം വാങ്ങിയ ആളുകൾ ഉപദ്രവിക്കുന്നെന്നാണ് പറഞ്ഞു വരുന്നത്. തന്നെ. അപ്പൊ ഇത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി അറിയാനാണ് ഞാൻ എഴുതി കൊണ്ടുവന്ന് കൊടുത്തത്. അതിന്റെ എന്റെ ഇരിക്കുന്നതല്ല. ഇതാണ് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തത്. അല്ല, ഞാൻ വേറെ മുഖ്യമന്ത്രി എന്റെ അടുക്ക ഒന്നും പറഞ്ഞില്ല. ചെല്ലാൻ പറഞ്ഞ് ഞാൻ പോയിട്ട് അവിടെ ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ കയറി ക്യാൻറ്റീൻ കയറി എടുത്ത് ചോറ് നിന്നിട്ട് വരട്ടെ എന്ന് സമ്മതിച്ചില്ല. ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങ് പോയി. അവിടെ കയറാൻ സമ്മതിക്കൂല. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു, കയറാൻ സമ്മതിക്കില്ല. പോലീസുകാർ പെണ്ണും ആണും ഉണ്ടായിരുന്നു. ഈ അതിക്രമിച്ച് കയറിയത് 3 പോലീസും 5 വനിതയും. 2 വനിത ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് പിറ്റേന്ന് രാവിലെ വെളുത്തില്ല ഇവിടെ വന്നിട്ട് 500 രൂപയും കൊണ്ടുവന്നു. എന്തിനാ?
അതെനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. 500 രൂപ തന്നിട്ട് എന്താ പറഞ്ഞേ? പിന്നെ കാലി തൊട്ട് തൊഴുതിട്ട് പറഞ്ഞു ഞങ്ങൾ ചെയ്തത് പിന്നെ ഞങ്ങൾ ചെയ്തു പോയി, ഞങ്ങൾക്കൊരു മാപ്പ് തരണമെന്ന്. ഞാൻ പറഞ്ഞു മാപ്പ് തരില്ല, എനിക്ക് 79 വയസ്സായി, ഞാൻ മാപ്പ് തരില്ല. അമ്മയ്ക്ക് എവിടുന്ന ഇത്രയും രൂപ കിട്ടിയത്? പ്രസവം എടുക്കാൻ പോവും, 40,000 രൂപ വരെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഒരു മാസം. അങ്ങനെ സമ്പാദിച്ച പണമാണ് തന്നെ ബാങ്കിൽ കിടന്നു പോണു. അപ്പൊ ഈ പണം കൊടുത്ത സമയത്ത് അവര് എപ്പ തിരിച്ചു തരുമെന്നായിരുന്നു വെക്കം തരാന്നും പറഞ്ഞ് മേടിച്ച്. പിന്നീട് അവ ചോദിക്കുമ്പോഴെല്ലാം അടിക്കാൻ വരും മടലും കൊണ്ട്. അപ്പൊ അങ്ങനെയാണ് പരാതിയായിട്ട് പോകുന്നത്. ഇവരോട് ചോദിക്കണ്ടല്ല അവര്. അപ്പൊ മുഖ്യമന്ത്രി ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്യുമെന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. അപ്പൊ മുഖ്യമന്ത്രി പരിഹാരം ചെയ്തില്ല, എന്നെ കാണാൻ പോലും സമ്മതിച്ചില്ല. അപ്പൊ ഇതിൽ ഇവിടെ ഈ പോലീസ് വിളിച്ച് പറഞ്ഞ് അവരെ അതിനൊന്നും അനുവദിക്കരുതെന്ന്. അത് ഞാൻ കേട്ടു. അനുവദിക്കരുത്, അവരെ അങ്ങ് തുരത്തി നിങ്ങൾ പിടിച്ചോണ്ട് പോകുന്നു. അമ്മയെ വാഹനത്തിലിട്ടപ്പോ ഉപദ്രവിച്ചായിരുന്നു? ആണ്ട് ഇത് വേണ്ട, ഇത് അടിച്ച പാടാണോ? ആണ്ട് ഇതൊക്കെ കത്തിയായി കിടക്കുന്നു. ഇതൊക്കെ കട്ടിയായി കിടക്കുന്നു. എന്റെ മുതുകത്ത് ഈ വശത്ത് മുത്തു നീരാണ്, എനിക്ക് കിടക്കാൻ വയ്യ. ഇനി എനിക്ക് ഇങ്ങനത്തെ അവസ്ഥയായ ഞാൻ മിച്ചം കാണുമോ? അല്ല ഇങ്ങനെയാണ്. അല്ല പൈസ മേടിച്ചിട്ട് പോയപ്പോഴൊക്കെ സന്തോഷമായിട്ട് കരഞ്ഞു വിളിച്ച് മേടിച്ചിട്ട് പോവുകയും ചെയ്ത് എല്ലാം ചെയ്ത്. ഇപ്പോഴീ പൈസ തരാനാണ് മടി. കേസ് കൊടുത്തെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും, കേസിന് മുമ്പേ കൊല്ലുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അടിക്കേസിൻ്റെത് തന്നെ എറണാകുളത്തെത്തി കേസ് ഹൈക്കോടതിയിൽ. അതിന് മുമ്പ് അവിടെ നിന്ന് പേപ്പർ വന്നിട്ടില്ല, അതിന് മുമ്പ് കൊല്ലണമെന്ന് പറഞ്ഞ് അവർ ചെയ്യുന്നു. അമ്മയ്ക്ക് പേടിയുണ്ടോ അങ്ങനെ ജീവിക്കാൻ? പേടിക്കാൻ എനിക്ക് പേടിയുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, എനിക്ക് വെളിയിലിറങ്ങണമല്ലേ. കക്കൂസ് കണ്ട ചവിട്ടി പിടിച്ചിട്ടിരിക്കുന്നു ഞാൻ വന്നപ്പോ. ഈ പോലീസ് സ്റ്റേഷൻ എന്താ ഉണ്ടായത്? ഇവിടെ അവിടെ ഇതുപോലെ വേറെ ആള് വിളിച്ച് പറഞ്ഞ് ഇതിനുള്ള ഇത് കൊടുക്കരുത്, അവരെ മന്ത്രിയോട് സംസാരിക്കാനാ, ഇതിനാ ഒന്നും കൊടുക്കണ്ട, അവരെ അങ്ങ് പിടിച്ച് ഇതാക്കാം. ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നെങ്കിൽ ഞങ്ങളത് പാലിച്ചിട്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. പോലീസുകാർ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. വനിത പറഞ്ഞു. വനിത എന്നെ പിടിക്കാൻ മാറ്റിയൊക്കെ ചെയ്ത് അവിടെ എല്ലാം അങ്ങ് മുറിഞ്ഞ്, ഇവിടെ എല്ലാം അങ്ങ് ഈ ഒരു ദിവസത്തെ നീര്. എനിക്കൊന്നാമത് വയ്യാതെ ഇരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യും? ഇതിപ്പോ എനിക്ക് ഇവിടെ കിടന്ന് ചീത്തവിളി, രാത്രിയാകുമ്പോൾ ചീത്തവിളി, രാത്രിയാകുമ്പോൾ ഇവിടെ വന്ന് കിടന്ന് ബഹളം എൻ്റെ അടുക്ക. അതുകൊണ്ട് എനിക്ക് നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുക്ക പോയത്. മുഖ്യമന്ത്രിക്ക് 2 പ്രാവശ്യം കൊണ്ടുണങ്ങുന്നു. 2 പ്രാവശ്യം ഞാൻ പോയി. 2 പ്രാവശ്യം. ആദ്യം ചെന്നപ്പോൾ പറഞ്ഞ് അമ്മ 2 ദിവസത്തെ എനിക്ക് തരണം, 2 ദിവസം ഒഴിവാണ്, ശനി ഞായറുമാണ് ഇല്ലയെന്ന് പറഞ്ഞു. പിന്നീട് വരാൻ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ അടുത്ത വെള്ളിയാഴ്ചയാണ് പോയത്. അടുത്ത വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിച്ചത്. അന്ന് അവിടെ പോയപ്പോൾ എന്താ ഉണ്ടായത്? അവിടെ ഇരുന്നിട്ട് ഞാൻ കോപ്പി അടിച്ചില്ലായിരുന്നു. ഇത് കോപ്പി അടിക്കാൻ ഞാൻ പോയിട്ട് വന്നപ്പം ആളങ്ങ് നിറഞ്ഞ്. ഞങ്ങൾ 3 പേര് നിൽക്കുന്നു, 3 പേര് വെളിയിൽ നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു ഒരാൾ കയറി വരാൻ. ഞാൻ കയറിപ്പോയി. കയറി അവിടെ ചെന്നിരുന്നപ്പം മുഖ്യമന്ത്രി ഇങ്ങനെ വന്ന് പോകുമ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് സാറിൻ്റെ അടുക്കെന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ കാര്യം പറയാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് ഈ കൂടെ വന്നവര് പിടിച്ചോണ്ട് പോയി. എന്നെ പിടിച്ചോണ്ട് പോയി അങ്ങ് മേല് കയറുന്നതിന്റെ താഴെ ഇരുത്തി. അവിടെ നിന്നാണ് വരി വെച്ച് നമ്മളെ വരുന്ന അന്നേരം. അവിടെ ഇരുന്ന് വച്ച് ഇവരെന്നെ വന്ന് കുറ്റം ചീണ്ടയും ചെയ്ത് ഇന്ന് നിങ്ങളിവിടെ നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ചോദിച്ചു അതെന്ത്, ഞാൻ ഇത്രയും ദൂരെ നിന്ന് വന്നും വച്ച് മുഖ്യമന്ത്രിയെ കാണാതെ ഞാൻ പോണോ? ഞാൻ കണ്ടിട്ടേ പോകൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ പോകുമെന്ന്. എങ്കിൽ ഇത് കാണാമെന്ന് പറഞ്ഞാണ് അവരെന്നെ വലിച്ചെടുത്തത്. ശാരദാമ്മ പറയുന്നത് പ്രകാരം 2003 കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ 2026 വർഷങ്ങൾക്ക് മുൻപ് കൊടുത്ത കടത്തിന്റെ പേരിലാണ് ഈ ദുരനുഭവം ഒക്കെ നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ചേർന്ന് ശാരദാമ്മയുടെ അടുത്തേക്ക് വരുന്നു. ഇത്തരത്തിൽ 2.5 ലക്ഷം രൂപ അവരുടെ ബന്ധുക്കളുടെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കടമായിട്ട് വാങ്ങിക്കൊണ്ടു പോകുന്നത് തുടങ്ങിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പണം തിരികെ ചോദിക്കുമ്പോൾ പിന്നീട് അസഭ്യവർഷവും ഭീഷണിയുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. ശാരദ ഇവിടെ താമസിക്കുന്നത് കൊടുവാളെടുത്ത് കാണിച്ചിട്ടുണ്ട്.
ശാരദ ഇവിടെ താമസിക്കുന്നത് തനിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീഷണികൾ പലപ്പോഴും പേടിയായിരുന്നു എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട ഇങ്ങനെയൊരു സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതിനേക്കാൾ ഉപരി നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ പേടിയുണ്ട് എന്ന് പറയാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ അരികിലെത്തുന്നത്. ആദ്യ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് വരാൻ പറയുന്നു. പക്ഷേ സാഹചര്യങ്ങൾ അനുവദിച്ചില്ല. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോയത്. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കാണാൻ വേണ്ടി ഇവർ പോകുകയായിരുന്നു. ആ സമയത്താണ് മുഖ്യമന്ത്രിയെ സന്ദർശന സമയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ ഇവരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത്. അതൊക്കെ നിയമത്തിന്റെ കോപ്പിയിടെന്നും പറഞ്ഞു എന്നാ കോപ്പിയിടുന്നു. ഞാൻ പറഞ്ഞു അപേക്ഷ കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞു ഞാൻ അപേക്ഷ കൊടുത്തല്ലേ, എപ്പോഴും അപേക്ഷ എഴുതാൻ എന്നെ കൊണ്ട് കാശില്ല. അപ്പോൾ ഇവർ പറയുന്നത് പ്രകാരം നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പോലീസുകാർ ചെയ്തത് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ള രീതിയിൽ ഇവരെ മാറ്റുക എന്നുള്ളൊരു നടപടിയാണെന്ന് തോന്നുന്നു. പക്ഷേ പ്രശ്നം വരുന്നത് അത്തരത്തിൽ ഇവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള ആക്ഷനിലാണ്. അതായത് വാഹനത്തിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ വാഹനത്തിൽ കയറാൻ തയ്യാറാകാതിരുന്ന ശാരദയെ വലിച്ചിഴച്ച് വാഹനത്തിലേക്ക് കയറ്റി വിട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ അവിടെ കൊണ്ടുപോയി. ഈ പറയുന്നത് പോയിട്ട് അവിടെ ചെന്ന് എന്നെ പിടിക്കുകയും വലിക്കുകയും ചെയ്ത് എന്റെ ഇരുന്ന് സകലതും അവരില്ലാമാക്കി. എന്റെ ആധാർ അവിടെ വെച്ചാണ് അടിച്ചു കയറുന്നത്. നമ്മുടെ രാജ്യത്തിലുള്ള ഒരു പൗരന്റെ ഐഡന്റിറ്റിയാണ് ആധാർ കാർഡ്. അതുവരെ പോലീസ് ഉദ്യോഗസ്ഥർ വലിച്ചു കീറി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തോട് പോലും കാണിക്കുന്ന ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുവരെ പോലീസുകാർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതോടൊപ്പം തന്നെ 79 വയസ്സ് പ്രായമുള്ള ഈ അമ്മയെ പോലീസുകാർ ഉപദ്രവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ കണ്ണിൽ മുൻവശത്ത് ഈ ഒരു വാർത്ത എത്തിയിട്ടില്ല എങ്കിൽ സെല്ലിൽ കൊണ്ടുപോയി. ഞാൻ കയറിയില്ല, ഞാൻ കിടക്കൂല എന്ന് പറഞ്ഞു. ഞാൻ കിടന്ന അവിടെ അങ്ങ് മരണമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ ദയനീയാവസ്ഥ. ഇത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തൊക്കെ തെറ്റുകളാണോ പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് അത് ആവർത്തിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 10 കൊല്ലം പിണറായി സർക്കാർ അടച്ചിട്ട സമര ഗേറ്റ് പോലും ഞങ്ങൾ തുറന്നത് എന്ന് പറയാതെ പറഞ്ഞൊരു സർക്കാരിന്റെ കാലത്താണ് നമ്മൾ ഈ ജീവിക്കുന്നത്. ഇതേ സർക്കാരിന്റെ കാലത്താണ് ആ സമര ഗേറ്റിൽ കൂടെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറിയ മുഖ്യമന്ത്രിയെ കാണാനെത്തിയിട്ടുള്ള 79 വയസ്സ് പ്രായമുള്ള വൃദ്ധയെ പോലീസുകാർ ഇത്തരത്തിൽ അതിക്രൂരമായിട്ട് ആക്രമിക്കുകയും അവരുടെ ഐഡന്റിറ്റി കാർഡായിട്ടുള്ള ആധാർ കാർഡ് നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇതിനൊക്കെ തുടക്കം എന്ന് പറയുന്നത് അയൽവാസിയെ സാമ്പത്തികമായി സഹായിച്ചു എന്നതിന്റെ പേരിലാണ്. എന്തായാലും ജീവനും ജീവിതത്തിനും ഭീഷണിയുണ്ട്, ആശങ്കകളുണ്ട് എന്നുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഇവർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ അതൊക്കെ തന്നെ ആഭ്യന്തര വകുപ്പും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ പോലീസുകാർ ഇത്തരത്തിൽ അതിക്രൂരമായിട്ട് അതിമോശമായിട്ട് ഈ വൃദ്ധയോട് പെരുമാറിയതിനു ശേഷം പിറ്റേന്ന് രാവിലെ ഈ വീടിന്റെ മുൻവശത്ത് നേരം വെളുക്കുന്നതിന് മുൻപ് ആ പോലീസുകാർ എത്തിയെന്നാണ് ഇവർ നമ്മളോട് പറയുന്നത്. 500 രൂപ കൊടുത്ത് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇന്നത്തെ കാലത്തും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി VD സതീശനും ഇത് കൃത്യമായി പരിഗണിക്കും, മനസ്സിലാക്കും എന്നുള്ള പ്രതീക്ഷയോടെ മലയാളി വാർത്ത.